അപ്പം നിങ്ങളുടെ കണ്ണിനടിയിലെ കറുപ്പും അതുപോലെ തന്നെ ആ ഒരു ചുളിവുകളൊക്കെ മാറി പഫ്നെസ് ഒക്കെ മാറി നല്ല രീതിയിൽ കണ്ടറൊക്കെ ഇരിക്കണോ എങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളവർക്കും ഈ ഒരു തടിപ്പ് വരാറുണ്ടല്ലേ. അപ്പം നിങ്ങൾ തടിപ്പ് വരുമ്പോൾ നല്ല രീതിയിലുള്ള തടിപ്പ് വരുവാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. അങ്ങനെയുള്ളവർ കണ്ണിന് താഴെ നല്ലവണ്ണം തടിപ്പ് വരാറുണ്ട് കേട്ടോ, പോള വീങ്ങി നിൽക്കുന്ന ഒരു പോലെ കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. ഇതൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നല്ലതായിട്ട് മാറിക്കിട്ടും. അപ്പം ഈ ഒരു അലോവേര ജെല്ലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ വീട്ടിലുള്ള അലോവേര ജെൽ എടുക്കാം. പക്ഷേ അത് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും കണ്ടും വേണം എടുക്കാനായിട്ട്. അതിൻ്റെ കറകളെല്ലാം നന്നായിട്ട് കളഞ്ഞ് നല്ലപോലെ അതിൻ്റെ കറകൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ജെല്ല് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാവും. പിന്നെ ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്യുക. നമ്മുടെ ചെവിയുടെ പുറകിലോ ഒന്ന് തേച്ച് നോക്കി 1/2 ടീസ്പൂൺ അലോവേര ജെല്ല് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ 2 കണ്ണിലും മസാജ് ചെയ്യാൻ